Hi dear students, once again welcome back to international trade. In the last classes, we have discussed about the tariff barriers and quota barriers for international trade. Today, we are going to discuss about the new protectionism measures to make the trade barriers. Okay, അതായത് പുതിയ പ്രൊട്ടക്ഷൻ പോളിസീസ് എന്തൊക്കെയാണ് ഈ അന്താരാഷ്ട്ര വിപണിയിൽ രാഷ്ട്രങ്ങൾ തമ്മിലുള്ള ട്രേഡ് ബാരിയേഴ്സ് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് ന്യൂ പ്രൊട്ടക്ഷനിസ്റ്റ് പോളിസീസ് എന്തൊക്കെയാണ് ഈ രാഷ്ട്രങ്ങൾ ഫോളോ ചെയ്യുന്നത് എന്നുള്ളതാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. ദാറ്റ് ഈസ് ന്യൂ പ്രൊട്ടക്ഷനിസം. In addition to tariffs and quotas, there are several other barriers that national governments may use to limit imports or stimulate exports. ഓക്കെ, ഇമ്പോർട്ട്സ് കുറയ്ക്കുന്നതിനും അതുപോലെ തന്നെ എക്സ്പോർട്ട്സ് സ്റ്റിമുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കുറേയധികം മറ്റ് താരിഫ്സും കോട്ടയും അല്ലാതെ മറ്റ് കുറേയധികം പ്രൊട്ടക്ഷനിസ്റ്റ് പോളിസീസും ഈ ഗവൺമെൻറ്റ്സ് ഫോളോ ചെയ്യാറുണ്ട്. Despite the relative success of the World Trade Organization in encouraging multilateral negotiations to reduce tariff barriers and to arbitrate over disputes, barriers still exist but are becoming harder to detect and somewhat hidden from view. എക്സാമ്പിൾസ് ഇൻക്ലൂഡിങ് ദ ഫോളോയിങ്. അപ്പോൾ ഇവിടെ കുറേയധികം ബാരിയേഴ്സ് ഈ താരിഫ് കോട്ടയും അതുപോലെ തന്നെ ഇമ്പോർട്ട് കോട്ടാസൊക്കെ താരിഫ്സും അതുപോലെ തന്നെ കോട്ടാസും ഒക്കെ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ്റെ ഇടപെടൽ കൊണ്ടൊക്കെ എന്താ ഈ ട്രേഡ് ഡെവലപ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് അവയൊക്കെ കുറച്ചുകൊണ്ടുള്ള പോളിസീസൊക്കെ ആയിരിക്കണം പുതിയ ന്യൂ പ്രൊട്ടക്ഷനിസ്റ്റ് പോളിസീസിൻ്റെ ഭാഗമായിട്ട് ഈ രാഷ്ട്രങ്ങൾ പിന്തുടരേണ്ടത്. അപ്പോൾ ഇത്തരത്തിൽ പോളിസീസ് പിന്തുടരുന്ന സമയത്ത് കുറേയധികം ബാരിയേഴ്സ് ഈ നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്ത കുറേയധികം ബാരിയേഴ്സ് ഇൻ്റർനാഷണൽ ട്രേഡിൽ നിലനിൽക്കുന്നുണ്ട്. അവ എന്തൊക്കെയാണെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് ഗവൺമെൻറ് ഫേവറിങ് ഡൊമസ്റ്റിക് ഫേംസ്. Countries can protect their domestic industries by employing public procurement policies. അതായത് പൊതുവായിട്ടുള്ള പ്രൊക്യൂർമെൻറ്റ് പോളിസീസൊക്കെ ഫോളോ ചെയ്യുന്നത് വഴി ഈ ഗവൺമെൻറ് ഡൊമസ്റ്റിക് ഫേംസിനെ ഫേവർ ചെയ്ത് നിൽക്കുന്നൊരവസ്ഥ ഉണ്ട്. Where national governments favor local firms, for example, national or local governments may purchase supplies of military or medical equipment from local firms. അതായത് ഡൊമസ്റ്റിക് ആയിട്ട് തന്നെ ഇത്തരത്തിലുള്ള മിലിറ്ററി മെഡിക്കൽ എക്യുപ്മെൻറ്റ്സ് ഒക്കെ പർച്ചേസ് ചെയ്യുന്നത് അത് ഈ ഗവൺമെൻറ് എന്ത് ചെയ്യുന്നതാണ്, ഡൊമസ്റ്റിക് ഫേംസിനെ ഫേവർ ചെയ്തുകൊണ്ടുള്ള ഒരു ഡെവലപ്മെൻറ്റ് കൊണ്ടുവരുന്നതിൻ്റെ ഭാഗമായിട്ടാണ്. While many World Trade Organization members have signed up the GPA, that is a government procurement agreement, the majority have not signed up to initiatives to make national public procurement more open to overseas competition. അപ്പോൾ ഇവിടെ ഗവൺമെൻറ് പ്രൊക്യൂർമെൻറ്റ് അഗ്രിമെൻ്റ് എന്ന് പറയുമ്പോൾ ഇതാണ് ഡൊമസ്റ്റിക് ആയിട്ടുള്ള ഇൻഡസ്ട്രീസിനെ അവരെ ഫേവർ ചെയ്തുകൊണ്ട് അവരുടെ കയ്യിൽ നിന്ന് കൂടുതൽ റോ മെറ്റീരിയൽസൊക്കെ പർച്ചേസ് ചെയ്യുന്ന പോളിസീസ് അത് ഫോളോ ചെയ്യുന്നതാണ് ഈ ഒരു ഗവൺമെൻറ് പ്രൊക്യൂർമെൻറ്റ് അഗ്രിമെൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഈ ഗവൺമെൻറ് കൂടുതലായിട്ട് ഗവൺമെൻറ് പർച്ചേസസ് ഒക്കെ നടത്തുന്നത് ഈ ലോക്കൽ ഇൻഡസ്ട്രീസിൽ നിന്നാകുമ്പോൾ അത് ഈ ഡൊമസ്റ്റിക് ആയിട്ടുള്ള ഇൻഡസ്ട്രീസിന് സഹായകമായി മാറും. അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ ഒരു ഇമ്പോർട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ തന്നെയാണ് ഈ ഒരു പോളിസിയുടെ ഭാഗമായിട്ട് ഉണ്ടാകുന്നത്. ദെൻ ഡൊമസ്റ്റിക് സബ്സിഡീസ്. Governments may also give subsidies to domestic firms which can then be used to help reduce price and deter imports. ഓക്കെ, അതേപോലെ തന്നെ ഈ ഡൊമസ്റ്റിക് ഫേംസിന് ആവശ്യമായിട്ടുള്ള സബ്സിഡികൾ നൽകുക. അപ്പോൾ ഇത്തരത്തിൽ സബ്സിഡീസ് നൽകി കഴിഞ്ഞാൽ തന്നെ എന്താണ് ഈ ഒരു പ്രൈസ് റിഡക്ഷൻ അതുപോലെ തന്നെ ഇമ്പോർട്ട്സ് ഡിറ്റർ ചെയ്യാനൊക്കെ ആയിട്ട് ഇമ്പോർട്ട്സ് കുറയ്ക്കാനൊക്കെ ആയിട്ട് അത് സാധിക്കുന്നു. ദിസ് ഫിനാൻഷ്യൽ സപ്പോർട്ട് ക്യാൻ ഓൾസോ ബി ഇൻ ദ ഫോം ഓഫ് export subsidy, providing an incentive for firms to export. Okay, such subsidies may be in the form of startup launch aid which may be given larger projects such as the European Union with the Airbus development and the US with its support of Boeing etc. അത് രണ്ട് എക്സാമ്പിളുകളാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. ഇപ്പോൾ നമുക്കറിയാം ഇന്ത്യൻ എക്കണോമി എടുത്ത് നോക്കുന്ന സമയത്ത് തന്നെ കുറേയധികം സ്റ്റാർട്ടപ്പ് പ്രോഗ്രാംസിൻ്റെയൊക്കെ ഭാഗമായിട്ട് കുറേയധികം ലോണുകളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നതായിട്ട് കണ്ടു. അതൊക്കെ എന്താ ഡൊമസ്റ്റിക് സബ്സിഡൈസ്ഡ് നിരക്കിലാണ് ഇത്തരത്തിൽ ലോണുകളൊക്കെ കൊടുക്കുന്നത്. അതൊക്കെ ഈ ഒരു ഡൊമസ്റ്റിക് ആയിട്ടുള്ള ഇൻഡസ്ട്രീസിനെ എമോ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്ന പദ്ധതികളാണ്. അതിനൊരു എക്സാമ്പിളാണ് യൂറോപ്യൻ യൂണിയൻ എയർബസുമായിട്ടുള്ള ഒരു എയർബസിൻ്റെ ഒരു അതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നൽകുന്ന സബ്സിഡൈസ്ഡ് നിരക്കിലൊക്കെ നൽകുന്നത് പ്രൊഡക്ഷൻ നടത്തുന്നതിന് വേണ്ടിയിട്ട്. അതേപോലെ തന്നെ ബോയിങ്ങിന് US നൽകുന്ന സപ്പോർട്ട് ഇതൊക്കെ എന്താണ് ഈ ഡൊമസ്റ്റിക് സബ്സിഡീസിന് എക്സാമ്പിളായിട്ട് കണക്കാക്കുന്നു. ഓക്കെ,
Then health and safety grounds. National governments can also use health and safety regulations to discriminate against imported products, such as banning the import of product on health and safety grounds, while local producers do not have to pass such stringent tests. ഓക്കെ, അപ്പോൾ അതിൽ ഹെൽത്ത് ആൻഡ് സേഫ്റ്റി ഗ്രൗണ്ട്സിൽ ഹെൽത്ത് ആൻഡ് സേഫ്റ്റിക്കൊക്കെ ഈ ഡൊമസ്റ്റിക് ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഡൊമസ്റ്റിക് പ്രൊഡ്യൂസേഴ്സിന് ഇത്തരം കമ്മോഡിറ്റീസിൽ നിന്ന് പർച്ചേസ് ചെയ്യുക, ഡൊമസ്റ്റിക് ആയിട്ടുള്ള പ്രൊഡ്യൂസേഴ്സിൽ നിന്ന് പർച്ചേസ് ചെയ്യുക വഴി അവിടെ എന്താ സംഭവിക്കുന്നത്, ഈ ഹെൽത്ത് ആൻഡ് സേഫ്റ്റിയൊക്കെ മെച്ചപ്പെടുത്താനായിട്ട് സാധിക്കുന്നു. ഓക്കെ, നാഷണൽ ഗവൺമെൻറ്റ്സ് ക്യാൻ ഓൾസോ യൂസ് ഹെൽത്ത് ആൻഡ് സേഫ്റ്റി റെഗുലേഷൻസ് ടു ഡിസ്ക്രിമിനേറ്റ് അഗെയിൻസ്റ്റ് ഇമ്പോർട്ടഡ് പ്രൊഡക്ട്സ്. ഓക്കെ, സച്ച് ആസ് ബാനിങ് ദ ഇമ്പോർട്ട് ഓഫ് പ്രൊഡക്റ്റ് ഓഫ് ഹെൽത്ത് സേഫ്റ്റി ഗ്രൗണ്ട്സ്. ഓക്കെ, അപ്പോൾ ഇമ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ഹെൽത്തിനും അതുപോലെ തന്നെ സേഫ്റ്റിക്കൊക്കെ ദോഷകരമാവുന്ന രീതിയിലുള്ള കമ്മോഡിറ്റീസിൻ്റെ ഇമ്പോർട്ടൊക്കെ ബാൻ ചെയ്യുക. ഓക്കെ, അതൊക്കെ എന്താണ് ഈ ഒരു ഇമ്പോർട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ്റെ ഭാഗമായിട്ട് നിലനിൽക്കുന്ന പോളിസീസ് തന്നെയാണ്. ഓക്കെ, വൈൽ ലോക്കൽ പ്രൊഡ്യൂസേഴ്സ് ഡു നോട്ട് ഹാവ് ടു പാസ് സച്ച് സ്ട്രൈറ്റ് ടെസ്റ്റ്. ഓക്കെ, അപ്പോൾ ലോക്കലായിട്ട് ഇത്തരത്തിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇത്തരം ഹെൽത്ത് ആൻഡ് സേഫ്റ്റി ഗ്രൗണ്ട്സ് റിലേറ്റഡ് ചെയ്തിട്ടുള്ള കമ്മോഡിറ്റീസിന് കൂടുതൽ ടെസ്റ്റുകളൊന്നും നടത്താതെ തന്നെ ആവശ്യമായിട്ടുള്ള അഗ്രിമെൻറ്റ്സ് ഒക്കെ നൽകുന്നതും അതുപോലെ തന്നെ ആവശ്യമായിട്ടുള്ള ലൈസൻസിങ് ഒക്കെ നൽകുന്നതും, അതേസമയം ഇമ്പോർട്ട് ചെയ്യുന്ന കമ്മോഡിറ്റീസിന് കൂടുതൽ പേപ്പർ വർക്കുകളൊക്കെ വരുന്ന രീതിയിൽ സെറ്റ് ചെയ്ത് വെക്കുക. അപ്പോൾ അതുവഴി എന്താണ് കൂടുതൽ ഇമ്പോർട്ട്സ് കുറയ്ക്കാനായിട്ട് സാധിക്കും. Then quality standards. In a similar way, government can set through a tough quality standards that may be difficult to overseas producers to meet. അതായത് ടഫ് ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ്, അത് ഇമ്പോർട്ട് ചെയ്യുന്ന കമ്മോഡിറ്റി ഒരു ഇമ്പോർട്ട് ക്വാളിറ്റി ഉണ്ടായിരിക്കണം എന്നുള്ള രീതിയിൽ. അപ്പോൾ അത്തരത്തിൽ ക്വാളിറ്റി സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ആ ഒരു കോമ്പറ്റീഷൻ അത്രയും ക്വാളിറ്റി ഉള്ള കമ്മോഡിറ്റീസ് മാത്രമേ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, എക്സ്പോർട്ട് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ അത്തരത്തിൽ ക്വാളിറ്റി സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പരിധിവരെ ഇമ്പോർട്ട്സുകളൊക്കെ കുറയ്ക്കാനായിട്ട് സാധിക്കും. Then bureaucracy, that is excessive bureaucracy associated with the process of importing and exporting may also restrict trade. കൂടുതലായിട്ടുള്ള ഈ പേപ്പർ വർക്കുകൾ ബ്യൂറോക്രാറ്റിക് വർക്കുകളൊക്കെ വരുന്ന സമയത്ത് അതും ട്രേഡ് റെസ്ട്രിക്ഷന് സഹായിക്കും. ഫോർ എക്സാമ്പിൾ, ഗുഡ്സ് മേ ബി ഡെലിബറേറ്റ്ലി ഹെൽഡ് അപ്പ് അറ്റ് പോർട്ട്സ് ആൻഡ് എയർപോർട്ട്സ്. നമുക്കറിയാൻ സാധിക്കും ഒരു കമ്മോഡിറ്റി എയർപോർട്ടിൽ വഴിയൊക്കെ അങ്ങോട്ട് നമ്മളുടെ കയ്യിലേക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ കുറേയധികം പേപ്പർ വർക്കുകൾ ആവശ്യമായിട്ട് വരുന്നുണ്ട് അല്ലേ. അതൊക്കെ എന്താണ് ഇത്തരത്തിൽ കൂടുതൽ പേപ്പർ വർക്കുകളൊക്കെ വരുന്ന സമയത്ത് അത് കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പേപ്പർ വർക്ക്സൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് ഇമ്പോർട്ട്സ് കുറയ്ക്കാനായിട്ട് സാധിക്കും. ഓക്കെ, ഡെലിബറേറ്റ്ലി ഹെൽഡ് അപ്പ് അറ്റ് പോർട്ട്സ് ആൻഡ് എയർപോർട്ട്സ് and there may be unnecessary complex and lengthy paperwork associated with the international transactions. ഓക്കെ, അപ്പോൾ ഇത്തരത്തിൽ ബ്യൂറോക്രാറ്റിക് ആയിട്ടുള്ള വർക്കുകളും എന്താണ് ഇമ്പോർട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു ന്യൂ പ്രൊട്ടക്ഷനിസ്റ്റ് പോളിസീസ് ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ദെൻ എക്സ്ചേഞ്ച് റേറ്റ്സ്. മോണിറ്ററി പ്രൊട്ടക്ഷൻ്റെ ഭാഗമായിട്ടാണ് ഈ എക്സ്ചേഞ്ച് റേറ്റിലൊക്കെ വ്യത്യാസം സംഭവിക്കുന്നത്. മോണിറ്ററി പ്രൊട്ടക്ഷൻ ഇൻവോൾവ്സ് കൺട്രീസ് ഡെലിബറേറ്റ്ലി ഡിവാലുവിങ് ദർ എക്സ്ചേഞ്ച് റേറ്റ് ടു സ്റ്റിമുലേറ്റ് എക്സ്പോർട്ട്സ് ആൻഡ് ഡിറ്റർ ഇമ്പോർട്ട്സ്. ഓക്കെ, അതായത് ഒരു കൺട്രിയുടെ കറൻസിയിൽ ഡിവാലുവേഷൻ സംഭവിക്കുക വഴി എന്താണ് അത് എക്സ്പോർട്ട്സ് സ്റ്റിമുലേറ്റ് ചെയ്യുകയും അതുപോലെ തന്നെ ഇമ്പോർട്ട്സ് കുറയ്ക്കുന്നതിനും അത് കാരണമാകുന്നുണ്ട്. അപ്പോൾ ഈ എക്സ്ചേഞ്ച് റേറ്റിൽ മാറ്റം വരുത്തിക്കൊണ്ട് ഒരു തരത്തിലുള്ള പ്രൊട്ടക്ഷൻ പോളിസീസ് ഈ ഒരു ട്രേഡിൽ കൊണ്ടുവരിക എന്നുള്ള ഒരു രീതിയാണ് ഇവിടെ പിന്തുടരുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ ന്യൂ പ്രൊട്ടക്ഷനിസ്റ്റ് പോളിസീസിൻ്റെ ഭാഗമായിട്ട് പല ഗവൺമെൻറ്റുകളും ഇന്ന് കറണ്ട് വേൾഡിൽ ഫോളോ ചെയ്യുന്ന കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇതൊന്ന് ഓരോന്നും കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെക്കുക. ദാറ്റ് ഈസ് ഗവൺമെൻറ് ഫേവറിങ് ഡൊമസ്റ്റിക് ഫേംസ് എന്ന് പറയുന്നത്. ദെൻ ഡൊമസ്റ്റിക് സബ്സിഡീസ് നൽകുന്നു. ദെൻ ഹെൽത്തി ആൻഡ് സേഫ്റ്റി ഗ്രൗണ്ട്സ്, ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ്, ബ്യൂറോക്രസി, എക്സ്ചേഞ്ച് റേറ്റ്സ് എക്സെട്ര. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എക്സ്ചേഞ്ച് റേറ്റ്സ് വരെയുള്ള കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ ഇതുവരെയാണ് ഈ ഒരു പോയിന്റുകൾ കൃത്യമായിട്ടും ഓർത്ത് വയ്ക്കുക. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ താരിഫ്സിനെയും അതുപോലെ തന്നെ ഇമ്പോർട്ട് ക്വാട്ടയും പോലെ തന്നെ എക്സ്പോർട്ട് പ്രൊമോഷനും ഇമ്പോർട്ട് സബ്സ്റ്റിറ്റ്യൂഷനും വേണ്ടിയിട്ട് ഫോളോ ചെയ്യുന്ന ന്യൂ പ്രൊട്ടക്ഷനിസ്റ്റ് പോളിസീസാണ് ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം. ഓക്കെ, അപ്പോൾ ദാറ്റ് ഈസ് ഓൾ അബൌട്ട് ടുഡേയ്സ് ക്ലാസ്. അപ്പോൾ ഇന്ന് നമ്മൾ പരിചയപ്പെട്ടത് ന്യൂ പ്രൊട്ടക്ഷനിസം എന്ന് പറയുന്ന ഭാഗമാണ്. എല്ലാവർക്കും കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ക്ലാസ്സിൽ മറ്റൊരു ടോപ്പിക്കുമായിട്ട് കാണാം. താങ്ക് യു.